ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും നടത്തിയിട്ടും ലോ അക്കാദമി ചെയർമാനും CPM നേതാവുമായ കോലിയക്കോട് കൃഷ്ണൻ നായരെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത്. ലോ അക്കാദമിയിലെ ഭൂമി കയ്യേറ്റം അന്വേഷിക്കണമെന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റിപ്പോർട്ട് പോലും മറികടന്നാണ് CPM സർക്കാർ സംരക്ഷണം നൽകിയത്. വിദ്യാഭ്യാസ ഗവേഷണ ആവശ്യങ്ങൾക്ക് അനുവദിച്ച 600 കോടിയിലധികം വിലമതിക്കുന്ന ഭൂമി വ്യക്തി താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുകയായിരുന്നു. പ്രശാന്ത് ഉണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. പ്രശാന്തെ, CPM സംരക്ഷിച്ചു, മുൻപത്തെ പിണറായി സർക്കാർ സംരക്ഷിച്ചു. പക്ഷേ ഈ വിഷയത്തിൽ വലിയൊരു ഇടപെടൽ നടത്തേണ്ടത്, സുതാര്യമായ അന്വേഷണം നടത്തേണ്ടത് നിലവിലുള്ള കോൺഗ്രസ് സർക്കാരാണ്. എന്താണ് പിണറായി സർക്കാർ പൂഴ്ത്തിവെച്ച ആ വലിയ ക്രമക്കേട് അല്ലെങ്കിൽ ആ ഒരു അഴിമതി എന്തുകൊണ്ടാണ് കോൺഗ്രസ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്? ഒപ്പം എന്തുകൊണ്ടാണ് ഈ കോലിയക്കോടിന്റെ കുടുംബവുമായി എന്ത് ബന്ധമാണ് പിണറായി സഖാവിനുള്ളത്? അതും കൂടി വ്യക്തമാക്കാം. അശ്വതി, രാഖി, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ലോ അക്കാദമിയിൽ നടന്ന ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നടന്നത് വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് എന്നൊരു കണ്ടെത്തൽ സ്ഥിരീകരണം റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസമാണ് ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് കഴിഞ്ഞ കാലങ്ങളിലടക്കം ഈ ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതികൾ, ഭൂമികൾ വകമാറ്റിയതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് ഈ റവന്യൂ വകുപ്പിൻ്റെ കണ്ടെത്തലിൽ പറയുന്നത്. ഏകദേശം 600 കോടിയിലധികം രൂപ ഇത്തരത്തിൽ വിലമതിക്കുന്ന ഭൂമിയാണ് ഇത്തരത്തിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കോലിയക്കോട് കൃഷ്ണൻ നായരും കുടുംബവും ഉപയോഗിച്ചതെന്നാണ് ഇതിൽ പറയുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരം നമുക്കറിയാം. ഈ ലോ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഈ പരാതികൾ നേരത്തെയും തന്നെ ഉയർന്നിരുന്നു, വിവിധ പരാതികൾ ഉയർന്നിരുന്നു. വിദ്യാഭ്യാസ ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ ഭൂമി അനുവദിച്ചത്. എന്നാൽ ആ ഭൂമിയിൽ അനധികൃതമായിട്ട് മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും വിദ്യാഭ്യാസ ഗവേഷണ ഇതര കാര്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു. അതായത് ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും അവിടെ സ്ഥാപിക്കുകയും അത് വാടകയ്ക്ക് നൽകിക്കൊണ്ട് അതിൽ നിന്ന് പണം സമ്പാദിക്കുന്ന നിലയിലേക്കൊക്കെ എത്തിയിരുന്നു. അതായത് ഇത്തരത്തിലുള്ള യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല, മാത്രമല്ല സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നതൊക്കെ കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂമി ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തലിൽ പറയുന്നത്. ഇത് നേരത്തെ തന്നെ, അതായത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തും ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട്. എന്നാൽ അന്നൊന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ അന്നത്തെ സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തുടർന്ന് ഇങ്ങോട്ടാണ് വിവിധ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഭൂമി കയ്യേറ്റം നടന്നു എന്ന സ്ഥിരീകരണം റവന്യൂ വകുപ്പ് നൽകുകയും ചെയ്തത്. അതായത് ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പാട്ടക്കരാർ വ്യവസ്ഥയിലാണ് സർക്കാർ ഈ ഭൂമി നൽകുന്നത്, അതായത് ഇത്തരത്തിൽ ലോ അക്കാദമിക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള റോഡ് സർക്കാർ പുറമ്പോക്ക് കൂടി ഈ അക്കാദമി കയ്യേറുകയും ചെയ്തു. അങ്ങനെ സർക്കാർ പുറമ്പോക്കും അതോടൊപ്പം തന്നെ സർക്കാർ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നൽകിയ കരാർ വ്യവസ്ഥയിൽ നൽകിയ അല്ലെങ്കിൽ പാട്ടക്കരാർ വ്യവസ്ഥയിൽ നൽകിയ ഈ ഭൂമിയും കയ്യേറി അവിടെ അനധികൃത നിർമ്മാണം നടത്തി. മാത്രമല്ല ഈ കോലിയക്കോട് കൃഷ്ണൻ നായരും കുടുംബവും താമസിക്കുന്നത് പോലും ഈ ഭൂമിയിലാണ് എന്നാണ്, വീട് വെച്ച് താമസിക്കുന്നത് പോലും ഈ ഭൂമിയിലാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാക്കില്ലെന്ന് മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കോലിയക്കോട് കൃഷ്ണൻ നായരെയും കുടുംബത്തെയും എങ്ങനെയാണ് CPM സംരക്ഷിച്ചു പോരുന്നത്, എങ്ങനെയൊക്കെയാണ് ഭൂമി കയ്യേറ്റം നടന്നത്, അത് തന്നെയാണ് ലോ അക്കാദമിയിലെ കയ്യേറ്റം വരെ ഇങ്ങനെ എന്താ പറയുന്നത്, ഈ വലിയ രീതിയിൽ വെള്ളാന പൂശുകയാണ്. എന്തായാലും അത് ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി സർക്കാർ അത് മറച്ചുവെച്ചു. പക്ഷേ വലതുപക്ഷം അതിൻ്റെ വാസ്തവം തേടി പോകാനും അവർ അതിനൊരു ശ്രമം നടത്തുന്നില്ല. എന്തായാലും ഗുരുതരമായ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അതെ.